ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും, എന്തൊക്കെ അനുഗ്രഹങ്ങളായിരിക്കും അടുത്ത വർഷം നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ എന്നുള്ളത്. യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയുവാനായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ, എന്താണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ആദ്യം കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വ്യക്തികൾക്കും നിങ്ങൾ വളരെയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന, അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാൻ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്വാതന്ത്ര്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങൾ ഇവിടെ ഒരു ബൗണ്ടറി വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ എന്നുള്ളത്. ഏസ് ഓഫ് പെന്റക്കിൾസ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ തേടി ഒരു പുതിയ അവസരം വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു സന്തോഷം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അവസരം, കുറച്ചുകൂടി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പുതിയൊരു അവസരം നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ അനുഗ്രഹങ്ങളായിരിക്കും അടുത്ത വർഷം നിങ്ങളിലേക്ക് വരുന്നത്. ഹീറോഫന്റിന്റെ എനർജി കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ വിവാഹം ആലോചിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് വിവാഹം ആ ഒരു സമയം കഴിഞ്ഞിട്ടും വിവാഹം ഒന്നും നടക്കാത്ത ഒരു അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു വിവാഹം, ആ ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വിവാഹം നടക്കുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഒരുപക്ഷെ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകുവാനായിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അടുത്ത വർഷമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകുവാനായിട്ടുള്ള അവസരം വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ, എന്താണ് യൂണിവേഴ്സിന് പറയുവാനായിട്ടുള്ളത് നോക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് അടുത്ത വർഷമാകുമ്പോഴേക്ക് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇത്രയും കാലം നിങ്ങൾ വിട്ട് കൊടുക്കുവാൻ മാത്രം, അതായത് നിങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പിടിച്ച് നിങ്ങളിലേക്ക് തന്നെ വെക്കുവാൻ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ. 9 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലിട്ട് നടക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം ഉത്കണ്ഠയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലാത്ത അവസ്ഥ, ഓവർ തിങ്കിങ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഇത് നിങ്ങൾക്ക് മാറി വരുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും പതിയെ പതിയെ നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയുമെന്നാണ് നമുക്കിവിടെ കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സൺ കിട്ടിയിട്ടുണ്ട്. പുതിയൊരു അവസരം, പുതിയൊരു വെളിച്ചമൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം വെളിപ്പെടുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് എന്തോ ഒരു കാര്യം ഈ ഒരു സമയത്ത് മറിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം പുറത്തോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ സത്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ വരുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ എന്നുള്ളത്. ഏസ് ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത്രയും കാലം നിങ്ങൾ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയം കൊണ്ട് മാറി നിന്നതായിരിക്കാം എന്തോ ഒരു കാര്യം ചെയ്യുവാനായിട്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഈ ഒരു സമയത്ത് തയ്യാറെടുക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അടുത്ത വർഷം നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾക്ക് പേടി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് അടുത്ത വർഷം നിങ്ങൾ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അവരുടെ സ്നേഹം പറയുവാൻ വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അതായത് ഇത് ഒരുപക്ഷെ ഇത്രയും കാലം നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവർ മനസ്സിൽ വെച്ചിരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇനി അവർ അത് പുറത്തോട്ട് പറയുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഇഷ്ടം നിങ്ങളോട് അടുത്ത വർഷം തുറന്ന് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ എന്തോ ഒരു കലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരു വളർച്ച ഈ ഒരു വർഷം അടുത്ത വർഷം നേടുവാനായിട്ട് സാധിക്കും എന്ന് കാണിക്കുന്നുണ്ട്. അതായത് കുറച്ചുകൂടി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് കുറച്ചുകൂടി ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ അടുത്ത് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വൺസ് ആണ്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് വളരെയധികം, അതായത് ഈ ഒരു അടുത്ത വർഷമാകുമ്പോഴേക്കും മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ കാണുമ്പോൾ വളരെയധികം ഒരു ആകർഷണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഭംഗി ഒന്നുകൂടി വർദ്ധിക്കുന്ന ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ത്രീ ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങൾ നടന്നു, അതായത് കൂടുതൽ നല്ല അവസരങ്ങളിലേക്ക് നിങ്ങൾ നടന്നു പോകുമെന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ പുറകിലോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഇനി നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരികയും, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ വിദേശത്തൊക്കെ പോകുവാനായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് പുറത്തോട്ട് പോകുവാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരങ്ങൾ വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പുറത്തോട്ട് പോകും, നിങ്ങളുടെ ആഗ്രഹമൊക്കെ അടുത്ത വർഷം നിറവേറുമെന്നാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്